ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ക്രഞ്ചി ഫ്രൈഡ് ഒനിയൻ റിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ഫ്രൈഡ് ഒനിയൻ റിംഗ് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം സവാളയൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. സവാള റൗണ്ടിൽ കട്ട് ചെയ്ത ശേഷം സവാളയുടെ ഇതളുകൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സവാള പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ സവാളയും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കപ്പ് അളവിന് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒരിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഓരോ ഒനിയൻ റിങ്ങും ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സവാള റിങ്ങിനെ ഈ ഒരു ബാറ്റർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളുടെ ഈ ഒനിയൻ റിങ് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 30 രൂപയുടെ ലേസ് ആണ്. അപ്പോൾ ലേസിന്റെ പാക്കറ്റ് കട്ട് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ലേസ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സവാളയുടെ റിങ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഒനിയൻ റിങ്ങും നന്നായി കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ഒനിയൻ റിങ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയ ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ക്രഞ്ചി ഫ്രൈഡ് ഒനിയൻ റിംഗ് തയ്യാറായിരിക്കുകയാണ്. ഈ ഒരു സ്നാക്കിന്റെ കൂടെ ചില്ലി മയോണൈസ് ആണ് ഞാൻ സൈഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.